നമസ്കാരം. ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ബാച്ചിലേഴ്സിന് ഹോസ്റ്റലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന പരിപ്പും മോരും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. പരിപ്പിൽ മോരൊഴിച്ച് കഴിക്കുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള കാര്യമല്ലേ. ഇത് പരിപ്പിൽ തന്നെ മോരൊഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പം ഞാൻ ചുവന്ന പരിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചുവന്ന പരിപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, എളുപ്പത്തിൽ നമുക്കൊന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ചുവന്ന പരിപ്പ് ഉപയോഗിച്ചത്. അപ്പോൾ സാമ്പാർ പരിപ്പാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മഞ്ഞൾപ്പൊടി ഉപ്പും എടുത്തിട്ട് ഇട്ടതിന് ശേഷം വേറെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ വേവൊന്ന് വ്യത്യാസമാണല്ലോ. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, നല്ല കളർ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണിനടുത്ത് നമ്മുടെ മല്ലിപ്പൊടി, അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ മോരൊഴിക്കുന്നത് കൊണ്ട് കറിക്ക് അത്ര നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒത്തിരി കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറി നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ടൊക്കെ ചേർക്കുന്നത് മത്തനാണ്. അപ്പോൾ മത്തൻ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ചെറിയ പീസ് മത്തൻ ഒന്ന് കുറച്ച് ക്യൂബ് സൈസ് കണക്കെ ഒന്ന് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പച്ചമത്തനൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേക രുചിയായിരിക്കും. ഇപ്പം ഞാൻ സാധാരണ ചുവന്ന കളറിൽ അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ടൊക്കെ ഞാൻ കുറച്ച് ചേന കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ചേനയും മത്തനും ആ മോരും പരിപ്പൊക്കെ കൂടി വരുമ്പോഴാണ് നല്ലൊരു രുചി ഉണ്ടാകുന്നത്. പച്ചമുളക് ആവശ്യത്തിന് ഉപയോഗിക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. മോരൊഴിക്കുന്നതല്ലേ, കുറച്ച് പച്ചമുളകും അതുപോലെ ഇഞ്ചിയും. അപ്പോൾ ഞാനൊരു 3-4 പച്ചമുളകിനടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും വളരെ ചെറിയൊരു പീസ് ഇഞ്ചിയും, ഇത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കുക്കായി കിട്ടുക മാത്രമേ വേണ്ടൂ. അത്ര എളുപ്പമാണ് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചെയ്യുന്നതാണെങ്കിൽ ശരിക്കും എല്ലാം മുറിച്ച് വെക്കുന്നതെല്ലാം കൂടി ഒരു 10 മിനിറ്റിനുള്ളിൽ കറി തയ്യാറാക്കിയെടുക്കാം. പിന്നെ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യമില്ല, മോരൊഴിച്ച് വെക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി. ആ വിസിൽ വന്ന പാടെ കളയുക. കാരണം മത്തം വേഗം കുക്കായി കിട്ടും. അതുപോലെ ചേനയും ഈ പരിപ്പും നിങ്ങൾക്കറിയാലോ. ഇത് കണ്ടില്ല, ഇത് ഒരു വിസിൽ വന്ന പാടെ കളഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ മത്തനും ചേനയൊന്നും വെന്ത് ഉടഞ്ഞിട്ടുമില്ല. പരിപ്പ് നല്ല കറക്റ്റ് പാകത്തിനും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നല്ല ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് മോര്, അപ്പം നല്ല പുളിയുള്ള മോര ഒഴിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ രുചി ഉണ്ടാവുക. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഞാൻ യൂസ് ചെയ്തതിന് അത്ര പുളിയില്ല. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് മോര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നല്ല പുളിയുള്ള മോരാണെങ്കിൽ ശരിക്കും ഒരു 1/2 കപ്പ് മോരിനടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പുളി ഒന്ന് ശരിക്കും ഞാനൊന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങളൊന്ന് പുളി നോക്കുക. അപ്പോൾ നല്ല പുളിയുള്ള മോര് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്വീറ്റിഷ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള മോര് കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പാകമായിട്ടുണ്ടാവും. മോര് ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും ഉപ്പ് നോക്കുക, അതൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ശരിക്കും കറി റെഡിയായി. ഇനി ഇതിനകത്തുള്ള പരിപാടി എന്ന് പറയുന്നത് താളിച്ചേർക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാനൊന്ന് താളിച്ചേർക്കുകയാണ്. കടുക്, ഒരു വറ്റൽമുളകും കൂടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കടുകും വറ്റൽമുളകും ചേർത്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി ഇട്ട് എണ്ണയിലൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഡിഷായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.